ഹായ് ഫ്രണ്ട്സ്, സജി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയജുള്ള ആറു ഗുരുസ്വാമി സംഘവും അവതരിപ്പിക്കുന്ന ഒരു അയ്യപ്പൻ പാട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വാഴ കൊണ്ട് അടിപൊളി അമ്പലം ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറേ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് നെന്മേനി കമ്പങ്കോട് ശിവക്ഷേത്രത്തിലാണ് സാധാരണയായിട്ട് ഇത്രയും വലിപ്പമുള്ള വാഴ കൊണ്ടുള്ള ഈ മണ്ഡപം നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. എല്ലാ വർഷവും അതിഗംഭീരമായ മണ്ഡപത്തിൻ്റെ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഏകദേശം നല്ല ഹൈറ്റുള്ള 200-ൽ പരം വാഴകൾ കൊണ്ടാണ് ഇവർ ഇത്രയും വലിയ വലിപ്പമുള്ള മണ്ഡപം സെറ്റ് ചെയ്യുന്നത്. നമുക്ക് കാണേണ്ട ഒരു കാഴ്ചയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് അടിപൊളി മണ്ഡപം കാണാൻ തന്നെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. കാരണം അത്രയും ഗംഭീരമായ മണ്ഡപമാണ് ഈ വലിയ 6 ഗുരുസ്വാമിയും സംഘവും ഇവിടെ ഒരുക്കി തീർക്കുന്നത്. എല്ലാ വർഷവും വർഷം നമ്മൾ അടിപൊളിയായിട്ട് ഇവർ ഓരോരോ വെറൈറ്റികളായിട്ട് ഇവിടെ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം അടിപൊളി ഇവര് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവർക്ക് കപ്പൽ, അതുപോലെ അയ്യപ്പന് ഒരു മണ്ഡപം, അങ്ങനെ ഓരോരോ സംഭവങ്ങളായിട്ട് ഇവിടെ വെറൈറ്റി ആയിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ കൊല്ലം ഇതിന് ഓരോ വർഷവും അതിഗംഭീരമായിട്ടുള്ള സംഭവമാണ്. നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെക്കാളും ഇപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് വെറൈറ്റിയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കൊല്ലത്തെ നമുക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ SC ക്രിയേഷൻ കൊല്ലങ്കോട് പറയുന്ന ചാനലിൽ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിഗംഭീരമായ ഒരു വാഴ കൊണ്ടുള്ള ഒരു മണ്ഡപമാണ് കഴിഞ്ഞ കൊല്ലം നമുക്ക് ഇവർ നിർമ്മിച്ചു തന്നത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഒരു സംഭവമാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവരുടെ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഇതുപോലെയുള്ള മണ്ഡപങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവർ ചെയ്തു തരുന്നതായിരിക്കും. മാത്രമല്ല ഇവരുടെ പാട്ടും നല്ല അടിപൊളി പാട്ടാണ്. അയ്യപ്പൻ്റെ ചരിത്രം വർണ്ണിക്കുന്ന ഈ സൂർപ്പകം കവി പറയുന്ന ആ പാട്ടാണ് ഇവരുടെ. അതുപോലെ തന്നെ നല്ല അടിപൊളി പാട്ടാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള ക്രിയേറ്റീവ് വീഡിയോകളൊക്കെ ഞാനിടുന്ന നല്ല ക്രിയേറ്റീവ് വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ SC ക്രിയേഷൻ കൊല്ലങ്കോട് പറയുന്ന ആ ചാനലിൽ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്രിയേറ്റീവ് വീഡിയോസുകൾ കാണാൻ കഴിയും. നമ്മൾ നേരത്തെ ഇതേപോലെ തന്നെ വാഴ കൊണ്ടുണ്ടാക്കുന്ന മണ്ഡപങ്ങളുടെ വീഡിയോസൊക്കെ നമ്മൾ അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലും പോയി നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവരുടെ പാട്ട് കുറച്ച് ഭാഗം നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, ആസ്വദിക്കുക. അതുപോലെ തന്നെ ഇതിൽ രാജേഷ് ഏട്ടൻ, അതുപോലെ മണിയേട്ടൻ, 6 ഗുരുസ്വാമി ഇവരൊക്കെയാണ് ഇതിൽ മെയിനായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഞാനിതിൽ 2 പേരുടെ നമ്പറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് രാജേഷ് ഏട്ടൻ്റെയും അതുപോലെ തന്നെ മണിയേട്ടൻ്റെയൊക്കെയാണ് നമ്മളിതിൽ നമ്പറുകൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ രാജേഷ് ഏട്ടന് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ച കാരണം ആൾക്ക് റെസ്റ്റിലായിരുന്നു ആള്. അപ്പം നമ്മളുടെ ഇവിടുത്തെ കുറേ കൊല്ലത്തെ ആളുടെ പരിചയവും അതുപോലെ തന്നെ നമുക്ക് ആൾക്ക് ഇവിടെ വരാതിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് സമാധാനം ഉണ്ടാവില്ല എന്നുള്ള ഒരു അതിൻ്റെ പേരിൽ മാത്രം വന്ന് പാട്ടിനെ ഒന്ന് ഗംഭീരമാക്കണം എന്ന് പറഞ്ഞ ആൾ മാറിയിരുന്നു. 2-3 പാട്ടുകളെല്ലാം പാടി ആ പരിപാടി പാട്ടും അതുപോലെ എല്ലാം അടിപൊളിയാക്കി തന്നിരിക്കുകയാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ആൾ മാറിയിരിക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പലർക്കും തോന്നുന്നത് ആൾ മാത്രം മാറിയിരിക്കണമെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കാര്യം ഓപ്പണായിട്ട് പറയുന്നത്. അല്ലാതെ വേറൊന്നുമല്ല, ആൾ റെസ്റ്റിലായതുകൊണ്ട് മാത്രമാണ്.
പഠിപ്പിച്ച ഗുരുപാദം ജനകേന്ദ്ര പാരപത്മോ മുദിതനായി തോഴുതേന ജനകേന്ദ്ര പാരപത്മോ മുരഹ